മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വന്യജീവി പ്രശ്നത്തിലെ കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കടുവ, പുലി എന്നിവ ജനവാസ കേന്ദ്രങ്ങളിലെത്തിയാൽ കേന്ദ്രം നിർദ്ദേശിച്ച ചട്ടങ്ങൾ പാലിക്കാൻ കഴിയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇനിയും വർദ്ധിപ്പിച്ചു നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. കോൺഗ്രസ് വിട്ട് BJP ആയ മറിയക്കുട്ടിച്ചേടത്തിക്കും പെൻഷൻ നൽകിയെന്നും മന്ത്രി. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ. ഉടുമ്പൻചോല കാരവാൻ പാർക്കുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. വിഷയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സലിംകുമാർ സിറ്റി വിഷനോട്. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി പ്രശ്നത്തിലെ കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കടുവ, പുലി എന്നിവ ജനവാസ കേന്ദ്രങ്ങളിലെത്തിയാൽ കേന്ദ്രം നിർദ്ദേശിച്ച ചട്ടങ്ങൾ പാലിക്കുവാൻ കഴിയില്ല. അപഹാസ്യമായ ഉപാധികളാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. കേന്ദ്രം നിർദ്ദേശം പാലിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ്. അത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ടെന്നും ശശീന്ദ്രൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നീക്കം കേരള സർക്കാരിനെതിരാണെന്നും ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് സംശയിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് പോയിന്റ് വഴി പാടിനെ അറിയിക്കുന്നതും പോലെ വിളിക്കുന്നു. എന്താ കാര്യമാണോ അവിടെ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കാനുള്ള സാധ്യതയില്ല. ഇത് വല്ലാത്ത കാലതാമസം ഉണ്ടാക്കും. നേരത്തെ നിങ്ങളുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ്, ആദ്യഘട്ടങ്ങളിൽ വെടിവെക്കാനുള്ള ഉത്തരവ് കിട്ടുന്നതിന് വേണ്ടി 1 ദിവസവും 2 ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ദുരവസ്ഥ ഒഴിവാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത്.
രണ്ടാമത്തേത് ക്യാമറ വെച്ച് എന്ത് വേണം, ക്യാമറയിൽ വെച്ച് അതിൽ ലഭിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് ആക്രമണം നടത്തിയ വന്യമൃഗത്തെ തിരിച്ചറിയാൻ നടപടി സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ കണ്ട മൃഗം തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞാൽ ആക്രമണം നടത്തിയിരിക്കണം ഈ മൃഗം. ആ മൃഗം ഇവിടെ നമ്മുടെ കോമ്പൗണ്ടിൽ വന്നത് ആക്രമണം നടത്തിയതിന് ശേഷമാണോ ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്ന് ആരന്വേഷിക്കും? അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. മൂന്നാമത്തത് പ്രദേശത്ത് കന്നുകാലികൾക്കുണ്ടായിട്ടുള്ള പരിക്ക്, ഗുരുതരമായ ഏറ്റുമുട്ടൽ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളുണ്ടെങ്കിൽ അവ, കൂടാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്നിവ നിശ്ചയിക്കുന്നതിന് ഒരു വിശദമായ ഗവേഷണവും ഉണ്ടാകണം. 4. മനുഷ്യരും വളർത്തുമൃഗങ്ങൾക്കും പരിക്ക്, പരസ്പരം ഏറ്റുമുട്ടൽ എന്നിവ ഉറപ്പുവരുത്തിയാൽ ഓട്ടോമാറ്റിക് വാതിലുള്ള കെണിൻ വെക്കാൻ നടപടി സ്വീകരിക്കാം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇനിയും വർദ്ധിപ്പിച്ചു നൽകുമെന്ന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഇനി 2 മാസത്തെ കുടിശ്ശിക മാത്രമാണുള്ളത്. 2 മാസത്തെ പെൻഷൻ ഒന്നിച്ച് നൽകിയപ്പോൾ കോൺഗ്രസ് വിട്ട് BJP ആയി മാറിയ മറിയക്കുട്ടിച്ചേട്ടത്തിക്കും അത് കിട്ടിയിട്ടുണ്ടെന്നും കെ രാജൻ പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസം കേരളത്തിൽ 62 ലക്ഷം പേർക്കും 1600, 3200 രൂപയുടെ പെൻഷൻ കിട്ടി. കോൺഗ്രസ് വിട്ട് BJP പോയിട്ട് മറിയക്കുട്ടിക്കും കിട്ടി. ഞങ്ങൾ ഉറപ്പിച്ചു 3200 രൂപ. എല്ലാ നോട്ടും കൃത്യമായിട്ട് എണ്ണി മറിയക്കുട്ടിച്ചേട്ടത്തെയും മേടിച്ചു വെച്ചു. 3200. 2 മാസക്കാലത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ 1600 എന്ന തുക വർദ്ധിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ വീടുകളിലെത്തിക്കുന്ന നടപടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി നേതൃത്വം നൽകും. നേരത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്, പ്രകടന പത്രികയിലൂടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന വിവിധ പദ്ധതികളുടെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാരോപിച്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്ക് കട്ടിൽ വാങ്ങിയതിലും മിനി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചതിലുമടക്കം ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടാതെ SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം നടത്തിയതിലും മുരുകൻ കോവിലിന് സമീപം മിനി മാക്സ് ലൈറ്റ് സ്ഥാപിച്ചതിലും അഴിമതിയുണ്ടെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രകടനമായിട്ടെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി. പ്രതിഷേധ പരിപാടി ദേവികുളം മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK മണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അഴിമതി നടത്തുന്നതിൽ ചിന്നക്കനാൽ പഞ്ചായത്ത് 1ാം സ്ഥാനത്താണെന്ന് AK മണി കുറ്റപ്പെടുത്തി. ஆனா இந்த பஞ்சாயத்து அதிகாரம் ஏற்றதுக்கு பின் அவர்களுக்குள்ள உள்கட்சி போராட்டம் நடக்கு. CPIக்கு CPM அது அவங்க இஷ்டம், அது என்ன பண்றாங்க, நமக்கு ஒன்றும் பிரச்சனை இல்லை. ஆனாலும் இந்த பஞ்சாயத்து செவ்வனே இருக்கின்றதா, நடைபெறுகின்றதா என்றால் இல்லை. மொத்தம் ஒரு ரிசல்ட் வருது. கேரளத்தில் நன்றாக இயங்குகின்ற பஞ்சாயத்து எது? இடுக்கி ஜில்லா உட்பட உள்ள பஞ்சாயத்துகளில் கிளம்புவது நம்பர் 1 மூணாறு வளர்ச்சி திட்டங்கள். சரியா? நம்பர் 1 மூணாறு. சின்னக்கனால் ரிசல்ட் இல்லை, கடைசியில் ஒதுக்கப்பட்டிருக்கின்றது வளர்ச்சி திட்டங்களில் சின்னக்கനാൽ. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി എന്ന ആശാൻ നടത്തുന്ന അഴിമതി കണ്ടു പഠിച്ച അനിയന്മാർ ചിന്നക്കനാലിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം അഴിമതി നടത്തി നാട് മുടിക്കുകയാണെന്ന് സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച DCC വൈസ് പ്രസിഡന്റ് KS അരുണും കുറ്റപ്പെടുത്തി. അപ്പോൾ ആശാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കുറവ് ശിക്ഷഗണങ്ങൾ വരുത്തണ്ട എന്നുള്ള താല്പര്യം കൊണ്ടാണ് എന്ന് തോന്നുന്നു. ചിന്നക്കനാൽ പഞ്ചായത്ത് ഏതൊക്കെ രീതിയിൽ മോശമാക്കുവാൻ സാധിക്കുമോ, സാധാരണക്കാരായ ആളുകളെ ജീവിക്കുവാൻ അവസരം നൽകാതാക്കുവാൻ സാധിക്കുമോ, അതിൽ ഗവേഷണം നടക്കുന്ന ശിഷ്യന്മാരായി ഇവിടെയുള്ള ആളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതായി. ചിന്നക്കനാൽ മണ്ഡലം പ്രസിഡന്റ് P വേൽമണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേവികുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജനപ്രതിനിധികളായ വള്ളിയമ്മാൾ, സിനി ബേബി, ജയഗീത, രമേശ് എന്നിവരും നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.
കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്നും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വ്യാപകമായി ക്രമക്കേടും അഴിമതിയും ഭരണസമിതി അറിയാതെ നടത്തിയത് കണ്ടെത്തുകയും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പഞ്ചായത്തിന്റെ ലെറ്റർ പാടി പരാതി നൽകിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. മുൻ പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ബനേഷ് ഖാനെ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകുകയായിരുന്നു. പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയവയ്ക്ക് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും കൊട്ടേഷനായിരുന്നു ക്ഷണിച്ചിരുന്നത്. ലഭിച്ച കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല. സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, മിനി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ്. മാത്രവുമല്ല 500% അധിക നിരക്കിലുമാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ടു നിരത്തി പദ്ധതിയുടെ പട്ടിക സഹിതം പരാതി നൽകുകയായിരുന്നു. ഇതിന്മേൽ നടപടി ഉണ്ടാകുമെന്നിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ചെയ്ത പ്രവൃത്തികളിൽ പ്രസിഡന്റ് എന്നുള്ള രീതിക്ക് എനിക്ക് തന്നെ ഒബ്ജക്ഷൻ ഉണ്ടായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് DDPക്കും പട്ടിക വികസന വകുപ്പിനും JDക്കും എല്ലാം ഞാൻ തന്നെയാണ് ഒരു പരാതി എൻ്റെ ലെറ്റർ പാഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു പുനരന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു ഭരണസമിതി ആകുമ്പോൾ അവരങ്ങനെ പറയുന്നതായിരിക്കും. അവരിതിനു മുമ്പേ എനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കൊളുക്കുമല ഫണ്ട് ഉപയോഗിച്ച് നമ്മളിവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോഴും അവരിതുപോലെ ഇതിൽ 1 കോടി രൂപയുടെ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എനിക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് എൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഇപ്പോഴാ ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സ്ഥിതി ആ ഏജൻസിക്ക് ഇപ്പോൾ പോലും നമ്മൾ 1 രൂപ പോലും അതിന് നമ്മൾ കരാറുകാർക്ക് കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഒരു വികസന പ്രവർത്തനവും നടത്താതിരുന്ന സ്ഥാനത്ത് ചിന്നക്കലാലിൽ LDF എത്തിയപ്പോൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കോൺഗ്രസിനെ ജനം തിരിച്ചറിയണമെന്നും ശ്രീകുമാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഉടുമ്പൻചോല കാരവാൻ പാർക്കുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്നും പാർക്കുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ ആവശ്യപ്പെട്ടു. വിഷയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു കയ്യേറ്റത്തെയും പാർട്ടി അംഗീകരിക്കില്ലെന്നും സലിംകുമാർ സിറ്റി വിഷനോട് പറഞ്ഞു. റവന്യൂ വകുപ്പ് പൂട്ടി സീല് ചെയ്ത കാരവാൻ പാർക്ക് അനധികൃതമായി തുറന്നു പ്രവർത്തിച്ചത് സിറ്റി വിഷൻ പുറത്തുവിട്ടതിന് പിന്നാലെ റവന്യൂ മന്ത്രിയടക്കം നേരിട്ടിടപെടുകയും ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് കാരവാനുകൾ വീണ്ടും റവന്യൂ വകുപ്പ് സീല് ചെയ്ത് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ ഉടുമ്പൻചോല പോലീസ് ക്രിമിനൽ കേസും എടുത്തിട്ടുണ്ട്. എന്നാൽ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഉടമയുടെ പേരിലുള്ള പട്ടയവും വ്യാജമാണെന്ന സംശയത്തിലേക്ക് എത്തിയിരുന്നു. നിലവിൽ ഉടമയുടെ പേരിലുള്ള പട്ടയത്തിലെ ക്രമനമ്പരായ 69/1-2 എന്നത് ഇല്ലാത്ത സർവേ നമ്പറാണെന്നും ജില്ലാ കളക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യമുന്നയിച്ച CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ രംഗത്തെത്തിയത്. ആ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുകയും ആ നടപടിയുടെ ഘട്ടത്തിൽ ഇപ്പോൾ ഭൂമി വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് നിർത്തിവെക്കുന്ന കാഴ്ച ഉണ്ടായിട്ടുള്ളത്. അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഗുരുതരമായ ആ വിഷയത്തെ സംബന്ധിച്ച് കയ്യേറ്റം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനം അടക്കമുള്ള കാര്യത്തെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം അടക്കമുള്ള നടപടികൾ ആവശ്യമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് പോകണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനോടും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം കൊടുക്കണമെന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സഖാവ് K രാജനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കയ്യേറ്റം നടത്തിയതും ഒപ്പം പട്ടയത്തിലെ ക്രമക്കേടുമടക്കമുള്ള കാര്യങ്ങൾ സലിംകുമാർ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സർക്കാർ ഭൂമി കയ്യേറാൻ അനുവദിക്കില്ലെന്നും മന്ത്രി K രാജനും കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെത്തിയപ്പോൾ വ്യക്തമാക്കിയിരുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട് കമ്പം വഴി കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ച 4 പേരെ പിടിയിലായി. 22 കിലോ കഞ്ചാവുമായിട്ടാണ് ഇവരെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരള അതിർത്തി വഴിയായ തമിഴ്നാട് കമ്പം വഴി കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനായി കമ്പം നോർത്ത് സ്റ്റേഷനിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സജീവമായി നടത്തിയ പെട്രോളിങ്ങിനിടെയാണ് 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരെ കമ്പം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പിടികൂടിയത്.
ഇവരുടെ ഹാൻഡ് ബാഗ് പരിശോധിച്ചപ്പോഴാണ് 22 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. കൊടൈക്കനാൽ സ്വദേശി സെൽവം, പണ്ടേശ്വരി, മുത്തുലക്ഷ്മി, കാർഗവല്ലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊടൈക്കനാൽ വഴി കേരളത്തിൽ വിൽക്കാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പ്രതികൾ പറയുന്നത്. 4 പേരെയും കമ്പം നോർത്ത് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. സിറ്റി വിഷൻ, കുമളി. ഉടുമ്പൻചോലയിൽ സ്ഥിരം ബൈക്ക് മോഷ്ടാക്കൾ പിടിയിലായി. അരുവിളഞ്ചാൽ, ഒറ്റപ്ലായ്ക്കൽ അനൂപ, അണക്കര വാഴയിൽ ചന്ദ്രപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കാന്തിപ്പാറ സ്വദേശിയുടെ മോഷണം പോയ ബൈക്കിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇക്കഴിഞ്ഞ 8-നാണ് ബൈക്ക് മോഷ്ടിച്ചത്. ഈ ബൈക്കിൽ അടിമാലി ഭാഗത്തേക്ക് പോകുമ്പോൾ അപകടമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ യുവാക്കൾ ഉടുമ്പൻചോലയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞു. കാന്തിപ്പാറ കമ്പനിമലയിൽ ജോയിയുടെ ബൈക്കാണ് മോഷ്ടിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മുൻപും ഇവർക്കെതിരെ ബൈക്ക് മോഷണത്തിന് കേസുണ്ടെന്നും കണ്ടെത്തി. രാജാക്കാട്, കുമളി എന്നിവിടങ്ങളിൽ നിന്നായി 4 ബൈക്കുകൾ പ്രതികൾ മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിൽ FIR ഇട്ട് അന്വേഷണം നടത്തി വരവെയാണ് ഉടുമ്പൻചോലയിലെ മോഷണ കേസിൽ പ്രതികൾ പിടിയിലായത്. അടിമാലി ഭാഗത്ത് വെച്ച് വാഹന പരിശോധന നടത്തി വരവെ ഈ ബൈക്ക് ഒരു ആക്സിഡന്റിൽ പെടുകയും ആക്സിഡന്റ് പറ്റി ഇവര് റോട്ടിൽ കിടന്ന് ഇവരെ അടിമാലിയിലെ ഹൈവേ പോലീസ് ഇവരെ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇവര് ഈ മുക്കുടി ഭാഗത്തു നിന്നും ഒരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല പോലീസ് അറിയിച്ച് ഞങ്ങൾ സ്ഥലത്ത് ചെന്ന് അടിമാലി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെയും മറ്റ് സ്റ്റേഷൻ പരിധികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബൈക്ക് മോഷണ കേസുകളുമായുള്ള പ്രതികളുടെ ബന്ധവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകൾ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇനിയും നടപ്പിലായിട്ടില്ല. ആനച്ചാൽ ചിത്തിരപുരത്ത് താമസിക്കുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ആയിഷയും കുടുംബവുമായിരുന്നു കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. കിണർ നിർമ്മാണം ആയിഷയുടെ വീടിന് ഭീഷണിയും അപകടാവസ്ഥയും സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയതോടെ മുമ്പ് കിണർ നികത്തി തൽസ്ഥിതിയിലാക്കുവാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാക്കാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ തൽസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ ഭരണകൂടം വീണ്ടും ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടാണ് ആനച്ചാൽ ചിത്തിരപുരം സ്വദേശിയായ ആയിഷയും കുടുംബവും മുമ്പോട്ട് പോകുന്നത്. തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെയായിരുന്നു ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത്.
ഈ വിഷയത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ആയിഷയ്ക്കും കുടുംബത്തിനും ആശ്വാസമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായി. കിണർ നിർമ്മാണം കുടുംബത്തിന് ഭീഷണിയാണെന്നും അപകട സാധ്യത നിലനിൽക്കുന്നുവെന്നും കണ്ടെത്തിയതോടെ കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. എന്നാൽ നാളിതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പിലായില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ തൽസ്ഥിതിയിലാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് വീണ്ടും ഉണ്ടായിട്ടുള്ളതായി കുടുംബം പറയുന്നു. ബിച്ചൂസ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ മൂന്നാർ പാലസ് റിസോർട്ടിലേക്ക് വെള്ളം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് അനധികൃതമായ രീതിയിൽ ഇവർ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു വലിയ കിണർ പോലെ വലിയൊരു കുളം കുഴിച്ച് ഞങ്ങളുടെ വീട് അപകടത്തിലാക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ വർഷം അതിന് ഞങ്ങൾക്ക് അനുകൂലമായി ഇത് കിണർ മൂടണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുകയും അന്ന് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അയക്കുകയും കാര്യങ്ങളും അതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളും ചെയ്തു വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവർ ഈ റിസോർട്ട് ഉടമകൾ ഇവർ ഹൈക്കോടതിയിൽ പോയി അത് ജസ്റ്റ് അതിനെതിരെ സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അവരത് കൊടുക്കുകയുണ്ടായി. വീടിനോട് ചേർന്ന ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത രൂപം കൊള്ളുകയായിരുന്നു. കിണറിന് വലിയ താഴ്ചയുണ്ട്. അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ചു പോകുക എന്നതായിരുന്നു ആയിഷയുടെയും കുടുംബത്തിൻ്റെയും മുമ്പിലുണ്ടായിരുന്ന പോംവഴി. ഇതിനെ തുടർന്നാണ് ഇവർ പരാതി നൽകിയത്. ഈ പരാതിയിലാണ് കുടുംബത്തിന് ആശ്വാസം നൽകി കിണർ നികത്തി അപകട സാധ്യത ഒഴിവാക്കി നൽകണമെന്ന മുമ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായത്. ഈ ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെയാണ് വീണ്ടും കുടുംബത്തിന് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, ആനച്ചാൽ. പേര് അന്വർത്ഥമാക്കി പാലങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് ഇടുക്കിയിലെ തൂക്കുപാലം. ഓരോ വ്യാപാര സ്ഥാപനത്തിനു മുമ്പിലും പാലമുള്ള നാട്. റോഡ് നിർമ്മാണത്തിന് പിന്നാലെ ഓട നിർമ്മാണവും അനന്തമായി ഇഴഞ്ഞു നീങ്ങുന്നതാണ് നാടിനെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത്. കമ്പംവിട്ട രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ ഭാഗമായി തൂക്കുപാലം ടൗണിലെ 1 കിലോമീറ്ററോളം വരുന്ന റോഡ് നിർമ്മാണം കഴിഞ്ഞ ഓണക്കാലത്താണ് ആരംഭിച്ചത്. മാസങ്ങളോളം ടൗണിലെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓടയുടെ നിർമ്മാണവും ആരംഭിച്ചതോടെ നാട്ടുകാർ വൻ പ്രതിസന്ധിയിലായി. ഏതാനും ആഴ്ചകൾ കൊണ്ട് തീരേണ്ട ജോലികളാണ് മാസങ്ങളായിട്ടും എങ്ങും എത്താത്തത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കൾ എത്തണമെങ്കിൽ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യം. കടകളിലേക്ക് ആളുകൾക്കെത്താൻ ബുദ്ധിമുട്ടായതോടെ മേഖലയിലെ വ്യാപാരവും ഗണ്യമായി കുറഞ്ഞു. തൂക്കുപാലത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി തൂക്കുപാലം യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിലും വ്യാപാരികൾ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ തൂക്കുപാലത്തെ 1 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ താമസിച്ചുകൊണ്ടാണ്. കാരണം ഈ ഒരു വർഷമായി ഇവിടുത്തെ വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപാരമില്ല. ഒരു വണ്ടിയുമായി ഒരാൾ വന്ന് ഒരു കടകളിൽ കയറണമെങ്കിൽ ഇവിടെ നിന്നും ഒറ്റ കടകളിൽ പോലും കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഓട്ടോ ടാക്സി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും വൻ പ്രതിസന്ധിയിലാണ്. മുൻപ് മെച്ചപ്പെട്ട വീതി ഉണ്ടായിരുന്ന റോഡിന് പുതിയ നിർമ്മാണത്തോടെ വീതി കുറഞ്ഞതാണ് നാട്ടുകാരുടെ ആരോപണം. നാമമാത്ര ജോലിക്കാർ മാത്രമാണ് നിലവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ളത്. മഴ ശക്തമാകുന്നതോടെ കടകളിൽ കയറാൻ പോലും ആവാത്ത സാഹചര്യവും ഉണ്ടാകും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കൊന്നത്തടി കൊമ്പടിഞ്ചാലിൽ ഒരു വീട്ടിലെ 4 പേർ വെന്തുമരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വേണ്ടത്ര ഗൗരവം പോലീസ് നൽകുന്നില്ലെന്ന ആരോപണവുമായി BJP ജില്ലാ കമ്മിറ്റി രംഗത്ത്. സംഭവത്തിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങൾ നിലനിൽക്കെ സർക്കാരും പോലീസും വിഷയത്തിന് വേണ്ട ഗൗരവം നൽകുന്നില്ലെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിഷയത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. ബുധനാഴ്ച വിഷയത്തിൽ പ്രതിഷേധ യോഗം വിളിച്ച് ഒപ്പുശേഖരണം നടത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 10-നായിരുന്നു കൊമ്പടിഞ്ഞാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 9-ന് വീടിന് തീപിടിച്ചുവെന്നാണ് അനുമാനം. ഈ കേസിലാണിപ്പോൾ പോലീസിനെതിരെ വിമർശനവുമായി BJP ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഇടുക്കി DYSPയെ പ്രമോഷനോടുകൂടി ആലപ്പുഴ SP ആയി നിയോഗിച്ചത് ഈ വിഷയത്തെ
പോലീസോ സർക്കാരോ ഗൗരവമായി കാണുന്നില്ലെന്നതിന്റെ തെളിവാണെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംഭവത്തിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങൾ നിലനിൽക്കെ സർക്കാരും പോലീസും വിഷയത്തിന് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല. വിഷയത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബുധനാഴ്ച വിഷയത്തിൽ പ്രതിഷേധ യോഗം വിളിച്ച് ഒപ്പുശേഖരണം നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പത്രസമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള സാഹചര്യം കുമ്പടിഞ്ഞാലിൽ കഴിഞ്ഞ മാസം 9-ാം തീയതി കൃത്യം ഇന്നേക്ക് ഒരു മാസം മുൻപ് 2 കുട്ടികളും 2 സ്ത്രീകളും ഒരു വീട്ടിൽ വെന്തു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ്. സംഭവം നടന്ന് 9 മാസം ഒരു മാസം പൂർത്തിയാകുമ്പോഴും യഥാർത്ഥത്തിൽ തീ പിടിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള ഒരു കാരണം പോലും കണ്ടെത്തുന്നതിന് നമ്മുടെ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. നമ്മുടെ അന്വേഷണ സംഘത്തിൻ്റെ പോരായ്മകളെ കുറിച്ചോ പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ സർക്കാർ ഈ സംഭവം ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആക്ഷേപം. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തണം. അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തുകയും അന്വേഷണം ഊർജിതമാക്കുകയും വേണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല, BJP ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു, വിവിധ ഭാരവാഹികളായ അനീഷ് CK, സഹദേവൻ കൗനാട്ട്, സുഭാഷ് KA എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, അടിമാലി. കുമളി അമരാവതിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി. അമരാവതി സ്വദേശി മങ്ങാട്ട് സാബുവിന്റെ പറമ്പിലേക്കാണ് റോഡരികിൽ നിന്ന് മാലിന്യം തള്ളിയത്. കുമളി പോലീസിലും പഞ്ചായത്തിലുമാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. കുമളി മൂന്നാർ ദേശീയപാതയിൽ അമരാവതി 3-ാം മൈലിന് സമീപം റോഡിൽ നിന്ന് താഴ്ഭാഗത്തേക്കാണ് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. അമരാവതി സ്വദേശി മങ്ങാട്ട് സാബുവിന്റെ പറമ്പിലേക്കാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. 50ഓളം വരുന്ന ഏലച്ചെടികൾക്ക് പുറമെ കുരുമുളക് ചെടികൾക്കും നാശനഷ്ടമുണ്ടായി. രാസവസ്തു കലർത്തിയ മാലിന്യം തള്ളിയിരിക്കുന്നതിനാൽ ദുർഗന്ധവുമുള്ളതായി സാബു പറഞ്ഞു. പറമ്പിലേക്ക് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ് നിലവിൽ. കുമളി പോലീസ്, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകിയതായി സാബു പറഞ്ഞു. സമീപ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ സമാനമായ രീതിയിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് പതിവാണ്. ഇതിനെതിരെ പലതവണ പരാതികൾ നൽകിയിട്ടും നടപടിയില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. വിഷയത്തിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കി ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, കുമളി. കട്ടപ്പന 20 ഏക്കർ പൊന്നിക്കവല റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടത്തുന്നതിനാൽ ഇന്നു മുതൽ 15 ദിവസത്തേക്ക് റോഡ് അടച്ചിടും. റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകും വരെ പ്രവർത്തനങ്ങളോട് നാട്ടുകാരും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ലീലാമ ബേബി അഭ്യർത്ഥിച്ചു. കട്ടപ്പന 20 ഏക്കർ ആശുപത്രി മുതൽ പൊന്നിക്കവല വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിനാലാണ് 15 ദിവസത്തേക്ക് അടച്ചിടുന്നത്. റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി. റോഡിന്റെ വശങ്ങളിലെ ഐറിഷ് റോഡ് നിർമ്മാണമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ റോഡിൽ നടത്തണം. ഇതോടെയാണ് 15 ദിവസത്തേക്ക് റോഡ് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ വാർഡ് 27 തോരയാറിൽ 20 ഏക്കർ ആശുപത്രി മുതൽ പൊന്നിക്കവല വരെയുള്ള ഭാഗം റോഡിൻ്റെ ഐറിഷ് റോഡിൽ കോൺക്രീറ്റ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് ഈ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും നമ്മുടെ മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ സാറിൻ്റെ 20 ലക്ഷം രൂപയുടെ ഫണ്ടാണ്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വർക്കിന് നിരവധിയായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ ഫണ്ട് നിർമ്മിതിയെ കൊണ്ട് എടുപ്പിക്കുന്നതിനും വർക്ക് ചെയ്യുന്നതിനും റോഷി അഗസ്റ്റിൻ MLA അനുവദിച്ച 20 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരണം നടക്കുന്നത്. ഇതിനാൽ പ്രദേശത്തെ ആളുകളും പൊതുജനങ്ങളും ഈ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ലീലാമ ബേബി പറഞ്ഞു. സിറ്റി വിഷൻ, കട്ടപ്പന. പുതിയ യൂണിറ്റ് രൂപീകരണവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ സൂര്യനെല്ലി യൂണിറ്റിന്റെ രൂപീകരണ യോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവുമാണ് നടന്നത്. ചെന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ലയൺസ് ക്ലബ്ബ് രൂപീകരണ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N. നമ്പൂതിരി നിർവഹിച്ചു.
സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ച കൂട്ടായ്മയാണ് ലയൺസ് ക്ലബ്ബ്. ഇന്റർനാഷണൽ വൈസന്മാലിയിലും കുരുവിള സിറ്റിയിലും പ്രവർത്തിച്ചു വരുന്ന ലയൺസ് ക്ലബിന്റെ സഹായത്തോടെയാണ് സൂര്യനെല്ലി കേന്ദ്രീകരിച്ച പുതിയ യൂണിറ്റിന് തുടക്കം കുറിച്ചത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന 25 അംഗങ്ങൾ കൂടിയാണ് സൂര്യനെല്ലി ലയൺസ് ക്ലബിന് രൂപം നൽകിയിരിക്കുന്നത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ക്ലബ് അംഗങ്ങളെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തുക, അതിനുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയൺസ് ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നത്. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം സൂര്യനെല്ലിയിൽ നടന്ന ചടങ്ങിൽ പുതുതായി രൂപീകരിച്ച സൂര്യനെല്ലി ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് 318C ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുടെ സപ്പോർട്ടോടുകൂടി ഈ ഒരു പ്രസ്ഥാനം വഴി സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള ഒരു നിയോഗമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ, ഞാനത് വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് ചില കാലഘട്ടങ്ങളിൽ. കാരണം ആഗോളതലത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്റർനാഷണലിൽ നിന്ന് ഫണ്ട് കിട്ടും, അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് ഒത്തിരിയേറെ സോഴ്സ് ഉണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി തെറ്റല്ല. തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പുതിയ അംഗങ്ങളുടെയും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയും നടന്നു. സത്യപ്രതിജ്ഞയ്ക്ക് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് നേതൃത്വം നൽകി. Fair share to the programs of my club district. MS സാബു പ്രസിഡന്റും S മനോജ് സെക്രട്ടറിയും ആന്റണി വർഗീസ് ട്രഷററുമായിട്ടുള്ള 13-അംഗ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ക്ലബിന്റെ ആദ്യ സാമൂഹിക സേവന പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം ചികിത്സാ സഹായം നൽകിക്കൊണ്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ശ്രീകുമാർ നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് വൈസന്മാലി യൂണിറ്റ് പ്രസിഡന്റ് സൈമി കെ ജോയുടെ നേതൃത്വത്തിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം സെക്രട്ടറി ജെയിൻ അഗസ്റ്റിൻ, റീജിയൻ ചെയർപേഴ്സൺ MS സന്തോഷ് കുമാർ, സോൺ ചെയർപേഴ്സൺ ജോർജ് അരിപ്ലാക്കൽ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി പ്രശ്നത്തിലെ കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കടുവ, പുലി എന്നിവ ജനവാസ കേന്ദ്രങ്ങളിലെത്തിയാൽ കേന്ദ്രം നിർദ്ദേശിച്ച ചട്ടങ്ങൾ പാലിക്കാൻ കഴിയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇനിയും വർദ്ധിപ്പിച്ചു നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. കോൺഗ്രസ് വിട്ട് BJP-ആയ മറിയക്കുട്ടിച്ചേട്ടത്തിക്കും പെൻഷൻ നൽകിയെന്നും മന്ത്രി. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ. ഉടുമ്പൻചോല കാരവാൻ പാർക്കുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. വിഷയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സലിംകുമാർ സിറ്റി വിഷനോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.